അസ്സലാമു അലൈക്കും. ഉമ്മയാണ് ജീവൻ. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ബഹുമാനമുള്ള രക്ഷിതാക്കളെ, ഉസ്താദുമാരെ, പ്രിയമുള്ള മാതാപിതാക്കളെ, സ്നേഹനിധികളായ വിദ്യാർത്ഥിനികളെ, സഹ്റ ഹോസ്റ്റൽ ആഹ്ലാദം പങ്കുവെക്കുന്ന ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ഇവിടെ ആഗതരായി ചില വിഷയങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ്. നമ്മുടെ സമൂഹം ഇപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന കാര്യം നമ്മൾ ചിന്തിക്കുകയും ഇടപെടുകയും പ്രതികരിക്കുകയും വേണം. അതിനായി ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത് കഥയാണ് ഉമ്മയാണ് ജീവൻ. ഈ പാടിപ്പതിൽ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ എല്ലാവരും ഹൃദയമായി സ്വാഗതം ചെയ്യുന്നു. ബിസ്മി ഹംദും മുരഞ്ഞിടുന്ന സലവാത്ത് സലാമും മുഴങ്ങിടുന്ന ഈ മഹനീയ മജ്‌ലിസിൽ ഒരുമിക്കുവാൻ വിധി തന്ന നാഥൻ സ്തുതിച്ചിടുന്ന ഹംദലില്ലാഹ് ശുക്രലില്ലാഹ് റാജീന റൗഫക യാ അല്ലാഹ് ഹംദലില്ലാഹ് ശുക്രലില്ലാഹ് റാജീന റൗഫക യാ അല്ലാഹ്. ബിസ്മി ഹംദും മുരഞ്ഞിടുന്ന സല്ലവാത്തു സലാമും മുഴങ്ങിടുന്ന ഈ മഹനീയ മജ്‌ലിസിൽ ഒരുമിക്കുവാൻ വിധി തന്ന നാഥൻ സ്തുതിച്ചിടുന്നേ. നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക് ക്ഷണിക്കുകയാണ്. പുഴയും വയലും കൊണ്ട് അനുഗ്രഹീതമായ നാനാജാതി മതസ്ഥർ ഒരുമയുടെ കഴിയുന്ന ഒരു ഗ്രാമം. അവിടെ മസ്ജിദും ചർച്ചും ക്ഷേത്രവും എല്ലാം ഉണ്ട്. അവിടെ ആരാധനക്ക് പോകുന്ന അതാത് മതസ്ഥരും ഉണ്ട്. എല്ലാവരും തോളൊരുമി ഐക്യത്തോടെ സ്നേഹത്തോടെ ജീവിക്കുന്നു. അവിടെ മതവിദ്വേഷമില്ല, വർഗീയതയില്ല, അക്രമവും കൊലവിളിയുമില്ല. എല്ലാവരും ഒരേ മാതാവിന്റെ മക്കളെ പോലെ. ഗ്രാമത്തിൽ സൗന്ദര്യം കണ്ടോ നിങ്ങൾ, കൊതി തീരാൻ കാഴ്ചകൾ കണ്ടോ നിങ്ങൾ, എന്നും സമൃദ്ധി വീണയുന്നുണ്ട്, എല്ലാരും ഒന്നിച്ച് നിൽക്കുന്നുണ്ട്. കൂട്ടുകുടുംബമായ അയൽവാസികൾ പങ്കുവച്ചിടുന്നു ആഹ്ലാദങ്ങൾ. ചാവനത്തിൽ കഴിയും പോലെ എല്ലാരും ഒന്നിച്ച് സ്നേഹം പോലെ. ഗ്രാമത്തിൽ സൗന്ദര്യം കണ്ടോ നിങ്ങൾ, കൊതി തീരാൻ കാഴ്ചകൾ കണ്ടോ നിങ്ങൾ. ഈ കൊച്ചു ഗ്രാമത്തിലെ ഒരു കൊച്ചു വീട്ടിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഇത് അൻവറിന്റെ വീട്. അൻവറും അൻവറിന്റെ ഉമ്മയും മാത്രം താമസിക്കുന്ന വീട്. ഉമ്മയുടെ പേര് ജമീല. പേര് പോലെ ആയകത്വശാലിയായ ഒരു നാട്ടിൻപുറത്തുകാരി. ഈ വീട്ടിൽ അൻവറും ഉമ്മയും മാത്രമേ ഉള്ളൂ. അവരുടെ ഉപ്പാക്ക് എന്തു പറ്റിയെന്ന് അറിയണ്ടേ? ഉടയോൻ വിധിയാലെ അകന്ന് പോയി, ഉദയം ഞെരിഞ്ഞപ്പോൾ അകന്നു പോയി, കണ്ട് കൊതി തീരാൻ കഴിഞ്ഞതില്ല, നാഥൻ അതിനായി വിധി തന്നില്ല. ഉമ്മ തനിച്ചായി മകനും കൂടെ, ഉപ്പ ഇനിയോർമ്മ കഥനം വീട്, കഥകൾ പറയാനൊരുപാടുണ്ട്, മൊഴികൾ നിറയുമ്പോൾ ഇടറുന്നുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, ഒരു നാൾ ചെറുപ്പക്കാരനായ ആ ബാപ്പ, നമ്മുടെ അൻവറിന്റെ പൊന്നുപ്പ, ഉറക്കത്തിൽ ഹൃദയാഘാതം വന്ന് മരണപ്പെടുകയായിരുന്നു. അന്ന് രാത്രി അൻവറും ഉമ്മയും വാവിട്ട് നിലവിളിച്ചു. അയൽക്കാർ ഓടി വന്നു. വളരെ പെട്ടെന്നായിരുന്നു ആ വീട് മരണ വീടായത്. പിറ്റേന്ന് നേരം പുലർന്ന് 10 മണിയായപ്പോൾ ജനാസയുമായി ജനങ്ങൾ പള്ളിയിലേക്ക് പുറപ്പെട്ടു. ഇതോടെ അൻവറും ഉമ്മയും ഒറ്റക്കായി. കാലങ്ങൾ മുന്നോട്ട് നീങ്ങി. ചെറുപ്പക്കാരിയായ ജമീലയുടെ അടുത്തേക്ക് പലരും വിവാഹാലോചനയുമായി വന്ന് മോഹന വാഗ്ദാനങ്ങൾ ചെയ്യുന്നു.
പക്ഷേ അവർ പ്രതികരിച്ചത് എന്താണെന്ന് അറിയണ്ടേ? അന്ന് പ്രലോഭനം ഏറെ വന്നേ, അതിനായി ആളുകൾ കൂടി നിന്നേ, ഉടനടി കാര്യങ്ങൾ നിർബന്ധിച്ചേ, വേണം നിക്കാഹെന്ന് അവരും ചൊന്നേ. മക്കളുടെ ഭാവിയാ ഉമ്മ പറയുന്നേ, അവളെ മറക്കുവാനൊട്ടും ആവില്ലെന്ന്. ഇനി എന്റെ നാളുകൾ അവനായി കാണുന്നേ, മറ്റൊരു കാര്യവും തൽക്കാലമില്ലെന്ന്. മോനും ഞാനും ഇനിയും വേണം സ്നേഹം, മോനും ഞാനും ഇനിയും വേണം സ്നേഹം. മനസ്സിന്റെ ബേജാറ് തീർത്തിടുവാൻ അവനും വേണം, എന്റെ തരളും വേണം. വേണ്ട, എനിക്ക് മറ്റൊരു വിവാഹം വേണ്ടേ വേണ്ട. എൻ്റെ പൊന്നുമോൻ അൻവർ മോൻ, അവന് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. അവന് വേണ്ടിയാണ്. അവനെ എനിക്ക് പൊന്നുപോൽ വളർത്തി സ്നേഹം നൽകി വളർത്തി വലുതാക്കണം. നല്ല വിദ്യാഭ്യാസം നൽകി നാടിനും സമൂഹത്തിനും ഉപകാരമുള്ള പൗരനാക്കി വളർത്തണം. അതേ പ്രിയപ്പെട്ടവരെ, പിന്നെ ആ ഉമ്മയുടെ ജീവിതം അൻവർ മോന് വേണ്ടി മാത്രമായിരുന്നു. ഇത്രമാത്രം പൊന്നുമോനെ സ്നേഹിച്ച വേറൊരു ഉമ്മ ആ നാട്ടിലുണ്ടാവില്ല. കരുണ ചെയ്യും റബ്ബേ നിന്നെ മറക്കുന്നേ, സ്നേഹവിനയായി ഉമ്മ ഇരിക്കുന്നേ. പൊന്നുമോന്റെ കൂട്ടുകെട്ട് മോശമായിടും, അന്ന് ഗർഭബാധ വിട്ട നാളികേരം വന്നിടും. പഠനമായി ആ ദിനങ്ങൾ നീങ്ങിടുന്ന കാലം, കൂട്ടിനായി അന്ന് വന്ന സൗഹൃദങ്ങളും. ശൗഖ്യമേറി കാഴ്ചമേറി അന്ന് നിന്ന നേരം, ശൗഖ്യമേറി കാഴ്ചമേറി അന്ന് നിന്ന നേരം. മൂല്യവും അവഗണിച്ച് മുന്നിടുന്നിതാ, മൂല്യവും അവഗണിച്ച് മുന്നിടുന്നിതാ. അൻവർ ഇപ്പോൾ സ്കൂളിൽ 8ാം ക്ലാസ്സിലാണ്. പഠനത്തിന് മിടുക്കനായ അവൻ ഉമ്മക്ക് താങ്ങും തണലുമാവേണ്ട ആ ഒറ്റപുത്രൻ. പക്ഷേ ഉമ്മക്ക് വേണ്ടത്ര വിണ്ടാട്ടമില്ല. പഴയ പോലെ കളിയും ചിരിച്ചില്ല. വൈകുന്നേരം നേരത്തെ വീട്ടിലെത്തുന്നില്ല. ചിലപ്പോൾ 11 മണി കഴിയും. അൻവർ വീട്ടിലെത്താൻ ആ ഉമ്മ ഉറക്കൊഴിച്ച് പൊന്നുമോനെ കാത്തു നിൽക്കും. പൊന്നുമോനെ, എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ, വേഗം വാ മോനെ. പാവം ഉമ്മ കാത്തിരുന്നു ഉമ്മയും, കാതോർത്ത് നിന്ന നേരവും, നെഞ്ചിൽ പുകഞ്ഞു നീരലും, പൊന്മോനെയോർത്ത് ദീനവും. ആഗ്രഹമോതിടും മനം നൊമ്പരം പാകിയും വിധം, കണ്ടിടുവാനായി കൽവകം നനം നിറഞ്ഞു സങ്കടം. ഉമ്മയുടെ മനസ്സ് വായിക്കാൻ അവന് കഴിയാതെ പോയി. അവൻ ഉമ്മയേക്കാൾ കൂട്ടുകാരെ സ്നേഹിച്ചു. കൂട്ടുകാരാവട്ടെ പലരും ചീത്ത സ്വഭാവക്കാരായിരുന്നു. നിസ്കാരമില്ല, നോമ്പില്ല, ഖുർആൻ പാരായണമില്ല, അങ്ങനെയൊരു നല്ല സ്വഭാവവുമില്ല. കാരണമല്ല, അവരിൽ ചിലർ ലഹരികളുടെ അടിമകളായിരുന്നു. അവർ തന്ത്രപൂർവം നമ്മുടെ അൻവറിനെ വലവീശി പിടിപ്പിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ തികഞ്ഞ ജാഗ്രത പാലിക്കണം എന്ന് മഹാന്മാർ പറഞ്ഞത് വെറുതെയല്ല. അവർ അൻവറിനെ വശീകരിച്ചത് എങ്ങനെയാണെന്ന് കേൾക്കണം. മുഞ്ചേറും പൊന്നുമ്മന്റെ കൽപ്പന തന്ത്രം വിട്ടാനായി പൊന്മോനും കഴിയാതെ വലഞ്ഞുവല്ലോ. അന്ന് ചേർന്നുള്ള സാത്താൻ കൂട്ടം ചാദിച്ചുവല്ലോ. ഓർക്കേണം നമുക്കുണ്ട് മഹാഭാഗ്യം, അറിയണം നന്മകൾ പ്രസരിക്കാൻ കഴിയും കൊണ്ട്. കേട്ടോ ഇല്ലെങ്കിൽ നഷ്ടം മാത്രം ഒരു കൊക്കൂട്ട്.
ഒരു ബിസ്ക്കറ്റ്, ഒരേ ഒരു ബിസ്ക്കറ്റ്. അതുകൊണ്ടാണ് അവർ അൻവറിനെ വല വീശി പിടിപ്പിച്ചത്. അതൊരു സാധാരണ ബിസ്ക്കറ്റ് ആയിരുന്നില്ല. മയക്കുമരുന്ന് റാക്കറ്റ്, വിദ്യാർത്ഥികളെ വല വീശി പീഡിപ്പിക്കുന്ന മയക്കുമരുന്ന്. ഇങ്ങനെയുള്ള ബിസ്ക്കറ്റ്, മിഠായി, പാനീയങ്ങൾ നൽകിയാണ് അവർ വിദ്യാർത്ഥികളെ വഴിപിടിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും മറ്റുള്ളവർ നൽകുന്ന ഒരു ഭക്ഷണം, ഒരു സാധനം നമ്മൾ വാങ്ങിക്കുകയോ കഴിക്കുകയോ ചെയ്യരുത്. അതാണ് ബുദ്ധി, അതാണ് രക്ഷ. അൻവർ ആ ബിസ്ക്കറ്റിന് അടിമയായി. വെറും 24 മണിക്കൂർ കഴിയും മുമ്പ് അൻവറിന് ആ ബിസ്ക്കറ്റ് തിന്നണമെന്ന് മോഹം. അത്രയും രുചി, വിവരിക്കാൻ കഴിയാത്ത അനുഭൂതി. അതുകൊണ്ട് അവൻ ആ ബിസ്ക്കറ്റ് നൽകിയ അവരെ തേടി. പിന്നെ അത് പതിവായി. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ ഒരു വെളുത്ത കൽക്കണ്ടം പോലെ ഒരു സാധനം നൽകി. ഇതിന്റെ പേരാണ് MDMA. അതേ പ്രിയപ്പെട്ടവരെ, 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ അൻവർ ഇപ്പോൾ ലഹരിയുടെ അടിമയായി. കുറച്ചു കാലങ്ങൾ കഴിഞ്ഞ് അൻവർ ലഹരി വസ്തുക്കൾ കൈമാറുന്ന ജോലിയും ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കഴിയവേ ഒരു ദിവസം നാളുകൾ നീങ്ങിടും, ഹാലുകൾ മാറിടും, നുകരാൻ മാത്രം നോക്കി നിന്നിടും. കൂട്ടരും വന്നിടും, സ്നേഹവും തന്നിടും. കൂട്ടരും വന്നിടും, സ്നേഹവും തന്നിടും. അതിനായി മോനും കാത്ത് നിന്നിടും. ആശകൾ ലഹരി കൂട്ടിനാ പതിവ് പോലെ മകനെ കാത്തു നിൽക്കുന്ന ആ ഉമ്മയുടെ അരികിലേക്ക് ആരോ ഒരാൾ വന്നു. ജമീലാത്ത, നിങ്ങളറിഞ്ഞോ? അൻവറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു, ലഹരി സാധനങ്ങൾ വിറ്റതിന്. ആ ഉമ്മക്ക് ഈ വിവരം ഉൾക്കൊള്ളാനായില്ല. എൻ്റെ പൊന്നുമോൻ കഞ്ചാവ് വിറ്റതെന്ന്, അവൻ ലഹരിക്കടിമായ. റബ്ബേ, ഞാനിതെങ്ങനെ സഹിക്കും? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. പെട്ടെന്ന് അവർ നെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഒരു വേദന ഉരുണ്ടു കയറി. അത് കൂടി വന്നു. അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. അവർ നെഞ്ചമർത്തി താഴെ വീണു പിടഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നെഞ്ചേ പിടഞ്ഞുവല്ലോ, ഉമ്മ തളർന്നുവല്ലോ. പൊന്നോനെ ഓർത്തിട്ടന്നേ പിടഞ്ഞുവല്ലോ. ഇനിയെന്ന് ചാരുതമ്മൾ ഉത്തരം തന്നില്ലല്ലോ. ഒരു മാത്രം മുമ്പേ യാത്ര പറഞ്ഞുവല്ലോ.
മരണ വീട്ടിലേക്ക് ആളുകൾ ഒഴുകിയെത്തി. മുറ്റത്ത് താർപ്പായ പന്തലുയർന്നു. എല്ലായിടത്തും കസേരകൾ നിർത്തി. പള്ളിയിൽ നിന്നും മുത്താലിമുകൾ വന്നു ഖുർആൻ പാരായണം തുടങ്ങി. എല്ലാവരും ജമീലാത്തയുടെ ആകസ്മിക മരണത്തിന് വേദനിച്ചു. അവരെല്ലാവരും ആ മരണ വീട്ടിൽ ചുറ്റിപ്പറ്റി നിന്നു. എന്നിട്ടും അൻവർ മാത്രം അവിടെ എത്തില്ല. അവൻ പോലീസ് കസ്റ്റഡിയിലാണ്. ഉമ്മയുടെ മയ്യത്ത് അനാഥമായി കിടക്കുന്നു. മകൻ വരാതെ മയ്യത്ത് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അവസാനം അൻവർ മോൻ വന്നു. പോലീസ് ജീപ്പിൽ കൈ രണ്ടും വിലങ്ങിച്ചിട്ടുണ്ട്. മയക്കുമരുന്ന് പ്രതിയായത് കൊണ്ട് പോലീസുകാർ അവനെ ഒരു ദയവും കാട്ടില്ല. അങ്ങനെ അവൻ ഉമ്മയുടെ മയ്യത്തിനരികിൽ എത്തി വിങ്ങി കരഞ്ഞു. ഉമ്മ ഉമ്മ അവൻ അലറി വിളിച്ചു. അവർ കേൾക്കുന്ന വിളിയും മനം നിറയുന്നല്ലോ തേൻ വിളിയും മനം നിൽക്കുന്ന ചാരത്താൽ കൊതി തീരാത്ത ഭാഗ്യത്താൽ ഇജാബത്തിൻ ഗഞ്ചുമ്പോൾ മൊഴി കേൾക്കാൻ കൊതിക്കുമ്പോൾ അകലുന്നല്ലോ ആഗ്രഹവും അവൻ കാണുന്ന ജയിലറയും അകലുന്നല്ലോ ആഗ്രഹവും അവൻ കാണുന്നു ജയിലറയും. ഉമ്മയുടെ ജനാസ എടുക്കും മുമ്പ് അവനെ പോലീസ് കൊണ്ടുപോയി. മയ്യത്ത് നിസ്കരിക്കാനോ കബറടക്ക ചടങ്ങുകളിൽ പങ്കെടുക്കാനോ അവന് സാധിച്ചു. അവന് വേണ്ടി ആരും സംസാരിക്കാൻ തയ്യാറായില്ല. കാരണം നാട്ടുകാർ ലഹരിക്കേസിൽപ്പെട്ടവരെ അത്രക്കും വെറുത്തിരുന്നു. ഉമ്മക്ക് വേദന മാത്രം സമ്മാനിച്ച അവൻ ജയിലിലേക്ക് പോയി. കൂട്ടുകാരെ, ഈ കഥ അവസാനിപ്പിക്കുകയാണ്. ഇതാണ് ലഹരിയുടെ വിന. അതിൽപ്പെട്ട ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. ലഹരി മുഖേന ആളുകൾ മോഷ്ടാക്കളാകുന്നു, രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നു, കൊലപാതകം ചെയ്യുന്നു. അതിനാൽ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൈ ഉയർത്തി അള്ളാഹുവിന്റെ നാമത്തിൽ ഒരു പ്രതിജ്ഞ എടുക്കാം. ഞാൻ ചൊല്ലുന്നത് എല്ലാവരും ഏറ്റുചൊല്ലുക. ലഹരി വസ്തുക്കൾ നിശ്ചിതമാണ്. സാമൂഹ്യത്തിന്മയാണ്. ഞാൻ മരണം വരെ അത് ഉപയോഗിക്കില്ല. വിശ്വാസം പോലെ പ്രധാനമാണ് രാജ്യസ്നേഹവും. രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ ഞാൻ പങ്കാളിയാവില്ല. ഇന്ത്യ എന്റെ രാജ്യം. ഇന്ത്യക്കാരെല്ലാം എന്റെ സഹോദരന്മാരാണ്. ഈ ബോധത്തോടെ മാത്രമേ ഞാൻ ജീവിക്കൂ. വർഗീയത നമ്മുടെ നാടിനാപത്താണ്. ഒരിക്കലും വർഗീയ പ്രവർത്തനങ്ങളിൽ ഞാൻ സഹകരിക്കില്ല. എന്റെ ഗുരുനാഥന്മാരെയും മാതാപിതാക്കളെയും ഞാൻ ജീവനേക്കാൾ സ്നേഹിക്കുന്നു. എന്റെ ഗുരുനാഥന്മാരെയും മാതാപിതാക്കളെയും ഞാൻ ജീവനേറെ സ്നേഹിക്കുന്നു. അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഞാൻ പ്രവർത്തനങ്ങൾക്കും ഞാൻ കൂട്ടുനിൽക്കില്ല. അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു പ്രവർത്തനങ്ങൾക്കും ഞാൻ കൂട്ടുനിൽക്കില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും ഫസ്റ്റിന്റെ നന്ദി. അസ്സലാമു അലൈക്കും.